പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. Portuguese alphabet and pronunciation. Objective to introduce the Portuguese alphabet, its pronunciation and practice simple words using the letters. പോർച്ചുഗീസ് അക്ഷരമാലയും ഉച്ചാരണവും. ലക്ഷ്യം: പോർച്ചുഗീസ് അക്ഷരമാല പരിചയപ്പെടുത്തുകയും അക്ഷരങ്ങളുടെ ഉച്ചാരണം പഠിപ്പിക്കുകയും ലളിതമായ വാക്കുകൾ കൊണ്ട് അഭ്യാസം നടത്തുകയും ചെയ്യുക. ദി പോർച്ചുഗീസ് ആൽഫബറ്റ് ഹാസ് 26 letters, same as ഇംഗ്ലീഷ്. പോർച്ചുഗീസ് അക്ഷരമാല 26 അക്ഷരങ്ങളുണ്ട്. ഇംഗ്ലീഷിനോട് അത് സമാനമാണ്. പ്രൊനൗൺസിയേഷൻ ഓഫ് ലെറ്റേഴ്സ്. ലെറ്റർ Portuguese name, pronunciation, example word Portuguese, meaning English. അക്ഷരങ്ങളുടെ ഉച്ചാരണം. അക്ഷരം പോർച്ചുഗീസ് പേര്, ഉച്ചാരണം മലയാളം രൂപം, ഉദാഹരണ വാക്ക് പോർച്ചുഗീസ്, അർത്ഥം ഇംഗ്ലീഷ്. എ ആ, ബി ബേ, സി സേ, ഡി ഡേ, ഇ എ, എഫ് എഫ്, ജി ജെ, എച്ച് അഘ, I E, J Jota, K Ka, L L A, M M A, N N, O O, P P, Q K, R H, S S A, T D, U U, V V, W W, X She's, Y Epsilon, Z Say. Special notes on pronunciation. Letter H, Agha, is always silent in Portuguese. Example, homam is pronounced omam. Letter G sounds like G in go before A or U. Example, gato, but like S in pleasure before E I. Letter R at the start of a word or between vowels can sound like a guttural H. Example, rwa. Letter X can have different sounds depending on the word but often sound like sh. Example, shikara. ഉച്ചാരണം സംബന്ധിച്ച പ്രത്യേക കുറിപ്പുകൾ. എച്ച് അഘ, പോർച്ചുഗീസ് എല്ലായ്പ്പോഴും മൗനം, അതായത് സൈലൻ്റ് ആണ്. ഉദാഹരണം, ഹൊമേം ഒമേം എന്ന് പറയാം. ജി അക്ഷരം എ ഒ യു മുന്നിൽ ഗോ പോലെയാണ് ഉച്ചരിക്കുന്നത്, ഗാത്തോ. ഇ ഐ മുന്നിൽ പ്ലഷറിലെ എസ് പോലെ ഷ് ഉച്ചരിക്കുന്നു. ആർ വാക്കിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ സ്വരം മധ്യേ വോവൽസ് ഉള്ളിടത്ത് ഹ പോലെയോ ഗട്ടറൽ ശബ്ദമുണ്ട്, റുവ. എക്സ് പല വാക്കുകളിലും വ്യത്യസ്തമായി ഉച്ചരിക്കാം. സാധാരണമായി ഷ് ശബ്ദമാണ്, ഷിക്കാര. പ്രാക്ടീസ് ആക്ടിവിറ്റീസ്. സേ ദി ആൽഫബറ്റ് അലൗഡ് ആസ് സെവറൽ ടൈംസ്. സ്പെൽ സിമ്പിൾ വേർഡ്സ് യൂസിങ് ദ ലെറ്റേഴ്സ് എക്സെട്ര. ഖാസ. ലിസൺ ആൻഡ് റിപ്പീറ്റ് ലെറ്റർ ഓർ വേർഡ് സേയിങ് റിപ്പീറ്റ് ടൈംസ്. അഭ്യാസ പ്രവർത്തനങ്ങൾ. അക്ഷരമാല ഉച്ചരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ലളിതമായ വാക്കുകൾ അക്ഷരങ്ങളായി സ്പെല്ലിംഗ് ചെയ്യുക. വാക്കുകളിൽ അക്ഷരങ്ങൾ തിരിച്ചറിയാൻ പഠിക്കുക. ഹോംവർക്ക് ഓർ പ്രാക്ടീസ്. പ്രാക്ടീസ് പ്രൊനൗൺസിങ് ദി ആൽഫബറ്റ് അറ്റ് ഹോം. റൈറ്റ് ഡൗൺ 5 Portuguese words using letters learned and practice spelling. വീട്ടുപഠനം അഥവാ പരിശീലനം. അക്ഷരമാല ഉച്ചാരണം വീട്ടിൽ അഭ്യാസം ചെയ്യുക. പഠിച്ച അക്ഷരങ്ങൾ ഉപയോഗിച്ച് 5 പോർച്ചുഗീസ് വാക്കുകൾ എഴുതുകയും സ്പെല്ലിംഗ് കണ്ടെത്തുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.